ഓം സദ്ഗുരുവേ നമഃ. ഓം ശ്രീ സായിനാഥായ നമഃ. ജയ് സായിറാം. എല്ലാ സജ്ജനങ്ങൾക്കും വന്ദേ ഗുരുപരമ്പര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളുടെ ഗുരുക്കന്മാരുടെ ജീവിതാനുഭവങ്ങളെ പറ്റിയുള്ള പുസ്തകങ്ങൾ വായിച്ച് എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ അധ്യായങ്ങളും കേൾക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഗുരുപരമ്പരയുടെയും ശ്രീ സായി ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ സായി സച്ചരിതമാണ് ഞാൻ ഇവിടെ പാരായണം ചെയ്യുന്നത്. ശ്രീ സായി സച്ചരിതത്തിലെ 18, 19 അധ്യായം ഒരുമിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വലിയ ഒരു അധ്യായമായതുകൊണ്ട് തന്നെ 2 ഭാഗങ്ങളായിട്ടാണ് വായിച്ചിടുന്നത്. ഒരു ഭാഗം വായിച്ചു സമർപ്പിച്ചിരുന്നു, 2ാം ഭാഗം ഇപ്പോൾ വായിക്കാൻ പോകുന്നു. സദാ സത്സ്വരൂപം ചിദാനന്ദഗന്ധം ജഗത് സംഭവസ്ഥാന സംഹാരഹേതും സ്വഭക്തേച്ഛയാമാനുഷം ദർശയന്തം നമാമീശ്വരം സദ്ഗുരു സായിനാഥം. മിസ്സിസ് രാധാബായി ദേശ്മുഖ് ബാബയിൽ നിന്നും മന്ത്രോപദേശം കിട്ടാൻ വേണ്ടി വ്രതമനുഷ്ഠിച്ച് താമസിച്ചതും അതിന് ബാബ നൽകുന്ന ഉപദേശവും ആയിരുന്നു കഴിഞ്ഞ അധ്യായത്തിൽ വായിച്ച് സമർപ്പിച്ചത്. അതിൻ്റെ അടുത്ത അധ്യായം നമുക്ക് കേൾക്കാം. ഈ കഥ ശ്രദ്ധാപൂർവം കേട്ട് അതിൻ്റെ സന്ദർഭോചിതത്വവും പ്രാധാന്യവും മനസ്സിലാക്കി ആപാദചൂഡം പുളകിതനായി അതീവ സന്തുഷ്ടനായി ബാഷ്പാവരുതകണ്ഠനായി ഒന്നും പറയാൻ പറ്റാതെ അയാൾ നിന്നു. ശ്യാമ ഈ സ്ഥിതി കണ്ടു ചോദിച്ചു, നിങ്ങൾക്കെന്തു പറ്റി? എന്താണ് നിശബ്ദനായത്? എത്രയെത്ര അസംഖ്യം ബാബാലീലകളാണ് പറയാനുള്ളത്? അപ്പോഴേക്കും മസ്ജിദിൽ നിന്ന് മധ്യാഹ്നാരതിക്കുള്ള മണിയടിക്കാൻ തുടങ്ങി. അതിനാൽ ശ്യാമയും ഹേമത് പാന്തും മസ്ജിദിലേക്ക് തിരക്കിട്ടുപോയി. ബാപ്പു സാഹേബ് ജോഗ് ആരതി തുടങ്ങിയിരുന്നു. സ്ത്രീകൾ മസ്ജിദിലും പുരുഷന്മാർ മുറ്റത്തുമായി നിന്ന് ആരതി ഗീതം വാദ്യാഘോഷത്തോടുകൂടി ഉച്ചത്തിൽ പാടുന്നുണ്ടായിരുന്നു. ശ്യാമ ഹേമത് പാന്തിൻ്റെ കൈ പിടിച്ചു വലിച്ച് മീതേക്കു കയറി. അയാൾ ബാബയുടെ വലതുഭാഗത്തും ഹേമത് പാന്ത് മുന്നിലും ഇരുന്നു. അവരെ കൊണ്ട് ബാബ ഹേമത് പാന്തിനോട് ശ്യാമയോട് വാങ്ങിയ ദക്ഷിണ ആവശ്യപ്പെട്ടു. അയാൾ ശ്യാമ ഉറുപ്പിയയ്ക്ക് പകരം നമസ്കാരങ്ങളാണ് തന്നയച്ചതെന്നും ശ്യാമ തന്നെ നേരിട്ട് വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. ബാബ പറഞ്ഞു, ശരി, നിങ്ങൾ വർത്തമാനം പറഞ്ഞുവോ? എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? എനിക്കതെല്ലാം കേൾക്കണം എന്ന് പറഞ്ഞു. ചെണ്ടയുടെയും മണിയുടെയും പാട്ടിൻ്റെയും ശബ്ദങ്ങൾ വകവയ്ക്കാതെ ഹേമത് പാന്ത് പറയാൻ ഉത്സുകനായി. ഉണ്ടായ വിവരങ്ങൾ പറയാൻ തുടങ്ങി. ബാബ കേൾക്കാൻ തിരക്കായി മുന്നോട്ട് ചാഞ്ഞിരുന്നു ശ്രദ്ധിച്ചു. എല്ലാ കഥകളും ആനന്ദമായിരുന്നുവെന്നും പ്രത്യേകിച്ച് വൃദ്ധ സ്ത്രീയുടെ കഥ അതിശയകരമായിരുന്നുവെന്നും ബാബയുടെ ലീലകൾ അവർണ്ണനീയമാണെന്നും ഈ കഥയിലൂടെ ബാബ തന്നെ അനുഗ്രഹിച്ചെന്നും ഹേമത് പാന്ത് പറഞ്ഞു. ബാബ പറഞ്ഞു, ആ കഥ അതിശയകരമാണ്. എങ്ങനെയാണ് നീ അനുഗ്രഹീതനായത്? എല്ലാം വിശദമായി എനിക്ക് കേൾക്കണം. അതുകൊണ്ട് മുഴുവൻ പറയൂ. അപ്പോൾ ഹേമത് പാന്ത് താൻ കുറച്ചു മുന്നേ കേട്ട കഥ വിശദമായി പറഞ്ഞു. അത് തൻ്റെ മനസ്സിൽ തട്ടിയതായി വിശദീകരിച്ചു. അത് കേട്ട് ബാബ സന്തുഷ്ടനായി. ഇപ്രകാരം അയാളോട് ചോദിച്ചു, ആ കഥ മനസ്സിൽ തട്ടിയോ? അതിൻ്റെ പ്രാധാന്യം മനസ്സിലായോ? അയാൾ പറഞ്ഞു, ഉവ്വ് ബാബ. എൻ്റെ മനസ്സിൻ്റെ വിഭ്രമം തീർന്ന് ശാന്തമാവുകയും ശരിയായ മാർഗം എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ ബാബ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ പ്രവർത്തന രീതി പ്രത്യേകതരമാണ്. ഈ കഥ നല്ലപോലെ ഓർമ്മിക്കുക. ഇത് വളരെ പ്രയോജനകരമാണ്. ആത്മജ്ഞാനത്തിന് ധ്യാനം അത്യാവശ്യമാണ്. അത് മുടങ്ങാതെ ചെയ്താൽ വൃത്തികൾ, ചിന്തകൾ അടങ്ങും. നിസ്സംഗനായി സമസ്ത ചരാചരങ്ങളിലുമുള്ള ഭഗവാനെ ധ്യാനിക്കണം. അങ്ങനെ മനസ്സ് ഏകീകരിച്ചാൽ പ്രാപ്യസ്ഥാനത്തെത്തി എൻ്റെ അരൂപഭാവത്തെ ധ്യാനിക്കുക. അത് ജ്ഞാനം, ബോധം, ആനന്ദം ഇവയുടെ മൂർത്തീകരണമാണ്. അതിന് കഴിയില്ലെങ്കിൽ എന്നെ നിത്യവും രാവുപകൽ കാണുന്ന രൂപത്തിൽ
അടി മുതൽ മുടി വരെ ധ്യാനിക്കണം. അങ്ങനെ മുടങ്ങാതെ ചെയ്താൽ വൃത്തികൾ ഏകാഗ്രമായി ധ്യാതാവ്, ധ്യാനം, ധ്യേയം ഇവ തമ്മിലുള്ള വ്യത്യാസം നശിച്ച് ധ്യാതാവ് ബോധവാനായി ബ്രഹ്മത്തിൽ ലയിക്കുന്നു. തള്ള ആമ പുഴയുടെ ഒരു കരയിലും കുഞ്ഞുങ്ങൾ മറുകരയിലുമാണ്. അത് അവർക്ക് പാലോ ഭക്ഷണമോ കൊടുക്കുന്നില്ല. കുഞ്ഞുങ്ങൾ തള്ളയെ ധ്യാനിക്കുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. ആമയുടെ ദൃഷ്ടി കുഞ്ഞുങ്ങൾക്ക് അമൃതവൃഷ്ടി പോലെയാണ്. അത് അവയുടെ വളർച്ചയ്ക്കും സന്തുഷ്ടിക്കും ഉള്ള മാർഗമാണ്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധവും തത്തുല്യമാണ്. ബാബ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആരതി അവസാനിച്ച് എല്ലാവരും ഉറക്കെ ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു ശ്രീ സായിനാഥ മഹാരാജ് കി ജയ് എന്ന് വിളിച്ചു. പ്രിയ വായനക്കാരെ, ഈ സമയം മസ്ജിദിലെ ജനക്കൂട്ടത്തിൽ നിൽക്കുന്നുവെന്ന് ധ്യാനിച്ച് നമുക്കും ഈ ജയാരവത്തിൽ പങ്കുകൊള്ളുക. ആരതി അവസാനിപ്പിച്ച് പ്രസാദ വിതരണം നടന്നു. ബാപ്പു സാഹേബ് ജോഗ് മുന്നോട്ട് വന്ന് ബാബയെ നമസ്കരിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പിടി കൽക്കണ്ട് വെച്ചു കൊടുത്തു. ബാബ അത് മുഴുവൻ ഹേമത് പാന്തിന്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞു, ഈ കഥ ഹൃദയത്തിൽ വെച്ച് ഓർമ്മിച്ചാൽ അതിൽ കൽക്കണ്ട് പോലെ മധുരമായിരിക്കും. എല്ലാ ആഗ്രഹങ്ങളും നിറവേറി നീ സന്തുഷ്ടനാവും. ഹേമത് പാന്ത് ബാബയെ നമസ്കരിച്ചു പറഞ്ഞു, എന്നെ ഇങ്ങനെ തുണച്ച് എല്ലായ്പ്പോഴും രക്ഷിച്ചു നയിച്ചാലും. ബാബ പറഞ്ഞു, ഈ കഥ കേട്ട് അതിനെപ്പറ്റി ധ്യാനിച്ച് അതിൻ്റെ തത്വം ഉൾക്കൊള്ളുക. അപ്പോൾ നീ സദാസമയവും ദൈവത്തെ ധ്യാനിക്കലാവുകയും നിനക്ക് പ്രത്യക്ഷമാവുകയും ചെയ്യും. പ്രിയ വായനക്കാരെ, ഹേമത് പന്ത് അപ്പോൾ കൽക്കണ്ട് പ്രസാദമായി കിട്ടി. നമുക്ക് ഈ കഥയാകുന്ന കൽക്കണ്ടം അമൃതവും ഇതാ കിട്ടുന്നു. അത് തൃപ്തി വരുവോളം പാനം ചെയ്യുക. അതിനെപ്പറ്റി മനനം ചെയ്ത് അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുക. അങ്ങനെ ബാബയുടെ അനുഗ്രഹത്താൽ ശക്തിയും സന്തോഷവും ആർജിക്കുക. ആമീൻ. 19-ാം അധ്യായത്തിന്റെ അവസാനം ഹേമത് പാന്ത് പ്രതിപാദിച്ച മറ്റു ചില കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു. നമ്മുടെ പെരുമാറ്റത്തെപ്പറ്റി ബാബയുടെ ഉപദേശം. ബാബയുടെ താഴെ കാണുന്ന വാക്യങ്ങൾ പൊതുവെ ബാധകവും അമൂല്യങ്ങളുമാണ്. അത് മനസ്സിൽ ധരിച്ച് അനുസരിച്ച് പ്രവർത്തിച്ചാൽ സദാ ഗുണകരമായിരിക്കും. എന്തെങ്കിലും ബന്ധമോ സംസർഗമോ ഇല്ലാതെ യാതൊരാളും യാതൊരിടത്തും പോവില്ല. ഏതെങ്കിലും മനുഷ്യനോ ജീവിയോ നിങ്ങളുടെ അടുത്ത് വന്നാൽ അപമര്യാദയായി ഒരിക്കലും ആട്ടി ഓടിക്കരുത്. അവയെ നല്ല നിലയിൽ സ്വീകരിച്ച് ബഹുമാനത്തോടുകൂടി പെരുമാറുക. നിങ്ങൾ ദാഹിക്കുന്നവന് വെള്ളവും വിശക്കുന്നവന് ഭക്ഷണവും നഗ്നന് വസ്ത്രവും അപരിചിതന് വിശ്രമിക്കാൻ കോലായും കൊടുത്താൽ ശ്രീഹരി തീർച്ചയായും പ്രസാദിക്കും. ആരെങ്കിലും പണം ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ കൊടുക്കേണ്ട. പക്ഷെ അയാൾക്കു നേരെ നായയെ പോലെ കുരയ്ക്കാതിരിക്കുവിൻ. ആരെങ്കിലും നിങ്ങൾക്കെതിരായി 100 കൂട്ടം പറഞ്ഞാലും ചീത്തയായ മറുപടി പറയാതിരിക്കുവിൻ. നിങ്ങളെപ്പോഴും ഇങ്ങനെ പെരുമാറിയാൽ നിങ്ങൾ തീർച്ചയായും സന്തുഷ്ടനാവും. ലോകം തലകീഴ് മറിഞ്ഞോട്ടെ, നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് ഇരുന്നു കൊള്ളുവിൻ. നിങ്ങളുടെ സ്ഥാനത്തിരുന്നോ ശാന്തനായി നിങ്ങളുടെ മുന്നിലൂടെ പോകുന്ന കാഴ്ച നോക്കി കാണുവിൻ. നിങ്ങളെ എന്നിൽ നിന്നും വേർതിരിക്കുന്ന മതിൽ പൊളിക്കുവിൻ. എന്നാൽ നമ്മുടെ കൂടിക്കാഴ്ചയ്ക്കുള്ള വീതി തുറന്ന് വ്യക്തമായി കാണാം. നീ, ഞാൻ എന്ന വ്യത്യസ്ത മനോഭാവമാണ് ശിഷ്യനെ ഗുരുവിൽ നിന്നകറ്റുന്നത്. അത് നശിപ്പിച്ചാലല്ലാതെ ഗുരു ശിഷ്യഭാവങ്ങളുടെ ഐക്യം സാധ്യമാവുന്നില്ല. അള്ളാഹ് മാലിക് മറ്റാരും നമുക്കുടമയില്ല. ബാബയുടെ പ്രവർത്തന പദ്ധതി അസാധാരണവും അമൂല്യവും അനിർവചനീയവുമാണ്. ബാബയുടെ ഇച്ഛ പോലെ നടക്കും. ആഗ്രഹപൂർത്തി വരുത്തി നമ്മെ നേർവഴി കാണിക്കും. ഋണാനുബന്ധം, മുൻബന്ധം. ഋണാനുബന്ധം കൊണ്ടാണ് നാം ഒന്നിച്ചു ചേർന്നത്. നമുക്ക് അന്യോന്യം സേവനം ചെയ്ത് സന്തുഷ്ടരാവുക. ജീവിതത്തിന്റെ പരമലക്ഷ്യം നേടുന്നവൻ സന്തുഷ്ടനും അമരനുമാണ്. മറ്റുള്ളവർ ജീവിക്കുന്നു, അതായത് ശ്വാസം കഴിയുന്നതുവരെ വെറുതെ ജീവിക്കുന്നു. നല്ല ചിന്തകളുടെ ഫലപ്രാപ്തിക്ക് പ്രോത്സാഹിപ്പിക്കൽ. സായി ബാബ നല്ല ചിന്തകളെ പ്രോത്സാഹിപ്പിച്ചു എന്നത് രസകരമാണ്. നിങ്ങളുടെ സമസ്തവും ഭക്തിപ്രേമങ്ങളോടുകൂടി ബാബയിൽ സമർപ്പിച്ച പല കാര്യങ്ങളിലും ബാബ ഏതു പ്രകാരമാണ് സഹായിക്കുന്നതെന്ന് അനുഭവപ്പെടും. ചില ഋഷിമാർ പറയുന്നു, നിങ്ങൾ കാലത്തുണരുമ്പോൾ ഒരു നല്ല ചിന്ത മനസ്സിലുദിച്ചാൽ അത് പകൽ മുഴുവൻ വളർത്തിക്കൊണ്ടുവന്നാൽ ബുദ്ധി വികസിച്ച് ശാന്തത ലഭ്യമാകും എന്ന്. ഹേമത് പാന്തിന് അത് പരീക്ഷിക്കണമെന്നുണ്ടായിരുന്നു.
ഒരു ബുധനാഴ്ച രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ വിചാരിച്ചു: നാളെ വ്യാഴാഴ്ചയാണ്, പുണ്യ ദിവസം, സ്ഥലമോ പുണ്യസ്ഥലമായ ഷിർദിയും. അതുകൊണ്ട് നാളത്തെ ദിവസം മുഴുവൻ ഞാൻ രാമനാമം ജപിച്ചും സ്മരിച്ചും കഴിയുമാറാകട്ടെ എന്ന്. അങ്ങനെ അയാൾ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം പുലർച്ചെ ഉണർന്നതോടുകൂടി രാമനാമം ഓർമ്മ വന്ന അയാൾ സന്തുഷ്ടനായി. രാവിലത്തെ ദിനചര്യങ്ങൾ കഴിഞ്ഞു. പുഷ്പങ്ങൾ വാങ്ങി ബാബയെ കാണാൻ പോയി. സദേവാട കഴിഞ്ഞു ബൂട്ടിവാട സമാധി മന്ദിരം കടക്കുമ്പോൾ ഔറംഗാബാദ്ഗർ ബാബയെ മസ്ജിദിൽ വെച്ച് സ്തുതിക്കുന്ന മനോഹരമായ ഒരു ഗാനം അയാൾ കേട്ടു. ഗാനം ഏകനാഥിൻ്റെ ഗുരുകൃപാജ്ഞൻ പയോമേരോബായ് എന്ന് തുടങ്ങുന്നതായിരുന്നു. അതിൽ പറയുന്നത്: ഗുരു കടാക്ഷരൂപേണെ അദ്ദേഹത്തിന് സമാധി ലഭിച്ച് അന്തർസൃഷ്ടി തുറന്ന് ഉള്ളിലും പുറത്തും, ഉറക്കത്തിലും സ്വപ്നത്തിലും ജാഗ്രതയിലും രാമനെ കാണാൻ കഴിഞ്ഞു എന്നാണ്. പല പാട്ടുകളും ഉള്ളതിൽ എന്തിനാണ് ഈ പാട്ട് തന്നെ ബാബ ഭക്തനായ ഔറംഗാബാദ്കർ തിരഞ്ഞെടുത്തത്? ഇത് ഹേമത് പാന്തിൻ്റെ രാമനാമം ജപിക്കാനുള്ള തീരുമാനത്തെ വളർത്തിയെടുക്കാൻ ബാബയാൽ ഏർപ്പാട് ചെയ്യപ്പെട്ട ഒരു പ്രത്യേക സമാന്തര സംഭവം തന്നെയല്ലേ? എല്ലാ ഋഷിമാരും രാമനാമത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ഒരേ അഭിപ്രായക്കാരും അതിൻ്റെ പ്രാധാന്യത്തെ പുകഴ്ത്തുന്നവരുമാണ്. അത് രാമനാമത്തിൻ്റെ ഭക്തന്മാരുടെ ഇംഗിതം പ്രദാനം ചെയ്ത് സർവകഷ്ടപ്പാടുകളെയും തരണം ചെയ്യപ്പെടുന്നു. ഉപദേശങ്ങളുടെ വ്യത്യസ്ത രൂപം അപലപിച്ചവനെ കുറ്റപ്പെടുത്തി. ശ്രീ സായി ബാബയ്ക്ക് ഉപദേശം കൊടുക്കാൻ പ്രത്യേക സ്ഥലമോ സമയമോ ആവശ്യമില്ലായിരുന്നു. എപ്പോൾ അവസരം വരുന്നുവോ സകല സ്ഥലത്തും അപ്പോൾ ബാബ അത് നിർലോഭം കൊടുക്കുമായിരുന്നു. ഒരിക്കൽ ബാബയുടെ ഒരു ഭക്തൻ മറ്റൊരാളെ പറ്റി അയാൾ കേൾക്കാതെ ദൂഷണം പറഞ്ഞു. അയാളുടെ ഗുണഗണങ്ങളെ പറയാതെ കുറ്റങ്ങളും കുറവുകളും പുച്ഛരൂപേണ പറഞ്ഞ് കേൾക്കുന്നവർക്ക് കൂടി മടുപ്പ് തോന്നിച്ചു. സ്വതവേ മനുഷ്യർക്ക് മറ്റുള്ളവരെ അപവാദം പറയുന്ന സ്വഭാവമുണ്ടല്ലോ. ഇത് തെറ്റിദ്ധാരണയ്ക്കും വിരോധത്തിനും കാരണമാവുന്നു. ഋഷിമാർ അപവാദത്തെ മറ്റു തരത്തിലാണ് കാണുന്നത്. അവർ പറയുന്നു, അഴുക്കുകളയാൻ പല മാർഗങ്ങളുണ്ട്, അതായത് മണ്ണുപയോഗിച്ചും വെള്ളം, സോപ്പ് ഇവ കൊണ്ടും മറ്റും. എന്നാൽ പരദൂഷണക്കാരൻ്റേത് അയാളുടെ ഒരു പ്രത്യേകതരം അഴുക്കുകളയൽ സമ്പ്രദായമാണ്. അയാൾ മറ്റുള്ളവരുടെ അഴുക്ക്, കുറ്റം അയാളുടെ നാക്കുകൊണ്ടാണ് വൃത്തിയാക്കുന്നത്. അങ്ങനെ അയാൾ കുറ്റം പറയപ്പെടുന്ന ആൾക്ക് ഒരു തരത്തിൽ സേവനം ചെയ്തു കൊടുക്കുകയാണ്. കുറ്റം പറയുന്നവനോട് കുറ്റം പറയപ്പെട്ടവൻ അതിന് നന്ദി പറയേണ്ടതാണ്. സായി ബാബയ്ക്ക് പരദൂഷണക്കാരൻ്റെ തെറ്റുതിരുത്താൻ ഒരു പ്രത്യേക മാർഗമാണുള്ളത്. ബാബയുടെ സർവാന്തർവ്യാമിത്വം പരദൂഷണക്കാരൻ ചെയ്തതെല്ലാം ബാബയ്ക്ക് അറിയാമായിരുന്നു. അയാളെ ഉച്ച സമയത്ത് ബാബ ലണ്ടി തോട്ടത്തിലേക്ക് പോകും വഴിക്ക് വെച്ച് കണ്ടപ്പോൾ അമേദ്യം തിന്നുന്ന ഒരു പന്നിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബാബ ഇപ്രകാരം പറഞ്ഞു: നോക്ക്, എങ്ങനെ എന്തൊരു ആസ്വാദനത്തോടു കൂടിയാണ് അത് അമേദ്യം സേവിക്കുന്നത്. നിന്റെ സ്വഭാവം ഇതുപോലെയാണ്. നീ നിന്റെ സഹോദരങ്ങളെ മനസ്സിന് തൃപ്തി വരുവോളം അപലപിക്കുന്നു. എത്രയോ പുണ്യം ചെയ്തവൻ്റെ ഫലമായാണ് നീ മനുഷ്യനായി പിറന്നത്. എന്നിട്ട് നീ ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഷിർദി നിന്നെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ പോകുന്നുണ്ടോ? ഭക്തൻ ഈ പാഠം മനസ്സിലാക്കിയാണ് അവിടെ നിന്ന് പോയതെന്ന് പറയേണ്ടതില്ലല്ലോ. ഇത്തരത്തിൽ ബാബ അവസരം കിട്ടുമ്പോഴെല്ലാം ഉപദേശം കൊടുത്തുകൊണ്ടിരുന്നു. ഈ വക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ആധ്യാത്മിക ലക്ഷ്യം വളരെ ദൂരെയൊന്നുമല്ല. ഒരു പഴഞ്ചൊല്ലുണ്ട്: എൻ്റെ ഹരി ഉണ്ടെങ്കിൽ എനിക്ക് കട്ടിലിൽ വെച്ച് ഭക്ഷണം തരുമെന്ന്. ഇത് ഭക്ഷണ വസ്ത്രാദികളെപ്പറ്റി ശരിയാവാം. പക്ഷെ അത് വിശ്വസിച്ചൊരാൾ ഒന്നും ചെയ്യാതെ ചുമ്മാതിരുന്നാൽ ആധ്യാത്മിക കാര്യങ്ങളിൽ അവൻ നശിച്ചു പോവുക തന്നെ ചെയ്യും. ആധ്യാത്മിക ജ്ഞാനത്തിന് ഒരുവൻ അങ്ങേയറ്റം പരിശ്രമിക്കുക തന്നെ വേണം. എത്രമാത്രം അധ്വാനിക്കുമോ അത്രത്തോളം അയാൾക്ക് മെച്ചമാണ്. സായിബാബ സർവാന്തർയാമിയും ഭൂമി, വായു, രാജ്യം, ലോകം, വെളിച്ചം, സ്വർഗം എന്നതിനെല്ലാം വ്യാപ്തനാണെന്നും ബാബയ്ക്ക് പരിധിയില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ബാബ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവരുടെ തെറ്റിദ്ധാരണ അകറ്റാൻ വേണ്ടി ഈ രൂപത്തിൽ അവതരിച്ചതാണ്. ആത്മാർപ്പണ ബുദ്ധിയോടെ ബാബയുടെ രൂപത്തെ മനസ്സിൽ കരുതി രാപ്പകൽ ധ്യാനിച്ചാൽ ബാബയുമായി യാതൊരു വ്യത്യാസവുമില്ലാതെ താതാത്മ്യം പ്രാപിച്ചുകൊള്ളും. ആ താതാത്മ്യ മാധുര്യവും
പഞ്ചസാരയും പോലെയും കോളും കടലയും പോലെയും കണ്ണും പ്രകാശവും പോലെയും പരിപൂർണ യോജിപ്പുള്ളതാണ്. ജനന മരണാദികളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവൻ മനഃശാന്തി കൈവരുത്തി പരിശുദ്ധ ജീവിതം നയിക്കണം. മറ്റൊരാളെ വ്രണപ്പെടുത്തുന്ന യാതൊന്നും പറയരുത്. സൽകൃത്യങ്ങളിൽ വ്യാപൃതനായി എല്ലാം ഭഗവാനിൽ സമർപ്പിക്കണം. എന്നാൽ അയാൾക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. യാതൊരുത്തൻ സായിബാബയെ പൂർണ്ണമായി വിശ്വസിച്ച് ബാബയുടെ ലീലകളെ കേൾക്കുകയും പുകഴ്ത്തുകയും ചെയ്ത് മറ്റൊന്നിലും ശ്രദ്ധിക്കാതിരിക്കുന്നുവോ, അയാൾ ആത്മീയ വിജ്ഞാനവും അനുഭവവും കൈവരുമെന്നതിന് പക്ഷാന്തരമില്ല. ബാബ പലരോടും ബാബയെ സ്മരിച്ച് സകലതും അർപ്പിക്കാൻ പറയലുണ്ട്. ആർക്കെങ്കിലും ഞാൻ ആരാണ് അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ബാബ ശ്രവണവും മനനവും ഉപദേശിച്ച് ചിലരോട് പാദസേവയും ചിലരോട് നാമജപവും ചിലരോട് ലീലാശ്രവണവും ചിലരോട് ഖണ്ഡോബ ക്ഷേത്രത്തിലെ ഭജനയിരിക്കലും ചിലരോട് വിഷ്ണു സഹസ്രനാമ ജപവും ചിലരോട് ചന്തോക്യ ഉപനിഷത്തും ഗീതയും പഠിക്കാനും അങ്ങനെ പലർക്ക് പലവിധം അവർക്ക് അനുയോജ്യമായ തരത്തിൽ ബാബ ഉപദേശിച്ചു. ബാബയുടെ ഉപദേശങ്ങൾ പരിധിയോ നിയന്ത്രണമോ ഉണ്ടായിരുന്നില്ല. ചിലർക്ക് ബാബ നേരിട്ട് ഉപദേശം കൊടുത്തു. മറ്റു ചിലർക്ക് ദർശനങ്ങളെ കൊണ്ട് ഉപദേശം കൊടുത്തു. ഒരു മദ്യാസക്തന് ബാബ സ്വപ്നത്തിൽ അയാളുടെ നെഞ്ചിൽ കയറിയിരുന്ന് ഞെരുക്കുന്നതായും മദ്യം തൊടില്ലെന്ന വാഗ്ദാനത്തിന് ശേഷം മാത്രം സ്വതന്ത്രം കൊടുത്തതായും അനുഭവപ്പെട്ടു. ചിലർക്ക് ഗുരുർ ബ്രഹ്മ മുതലായ മന്ത്രങ്ങൾ ഉപദേശിച്ചു. ഹഠയോഗം പരിശീലിച്ചിരുന്ന ഒരു ഭക്തനോട് അയാളെ അയച്ച് ഹഠയോഗം ഉപേക്ഷിച്ച് ശാന്തനായി ക്ഷമിച്ചിരിക്കുവാൻ പറഞ്ഞ് ഉപദേശിച്ചു. ബാബയുടെ എല്ലാ മാർഗങ്ങളും സമ്പ്രദായങ്ങളും വിവരിക്കാൻ അസാധ്യമാണ്. സാധാരണ ലൗകിക കാര്യങ്ങളിൽ ബാബയുടെ പ്രവൃത്തികൾ മാർഗനിഷ്ഠങ്ങളായിരുന്നു. ഒരു ഉദാഹരണം പറയാം. പ്രവൃത്തിക്കുള്ള ഫലം. ഒരു ദിവസം ഉച്ച സമയത്ത് ബാബ രാധാകൃഷ്ണമായിയുടെ വീട്ടിന് മുന്നിൽ വന്നു. എനിക്ക് ഒരു കോണി കൊണ്ടുവന്ന് തരണമെന്ന് പറഞ്ഞു. ചിലർ കോണി കൊണ്ടുവന്ന് ബാബ കാണിച്ചു കൊടുത്ത ഒരു വീടിന്മേൽ ചാരി വെച്ചു. ബാബ വാമൻ ഗോഡ്ഗാരുടെ പുരപ്പുറത്തൂടെ കയറി രാധാമായിയുടെ പുരപ്പുറത്തൂടെ നടന്ന് മറുവശത്തുള്ള മൂലയിലൂടെ താഴെ ഇറങ്ങി. എന്താണ് ബാബയുടെ ഉദ്ദേശമെന്ന് ആർക്കും അറിയില്ല. അന്നേരം രാധാകൃഷ്ണമായി മലമ്പനി പിടിച്ചു വിറച്ചു കിടക്കുകയായിരുന്നു. ആ പനിയെ ഒഴിപ്പിക്കാനായിരിക്കാം ബാബ അങ്ങനെ ചെയ്തത്. ഇറങ്ങിയ ഉടനെ ഗോണി കൊണ്ടുവന്നവർക്ക് ബാബ 2 ഉറുപ്പിക കൊടുത്തു. ആരോ ധൈര്യം അവലംബിച്ച് ബാബയോട് എന്താണ് ഇത്രയധികം കൊടുത്തതെന്ന് ചോദിച്ചു. ബാബയുടെ മറുപടി, ഒരൊറ്റൊരുത്തനും മറ്റൊരുത്തൻ്റെ അധ്വാനം വെറുതെ സ്വീകരിക്കരുത്. പ്രവൃത്തിയെടുക്കുന്നവന് ഉടനെ കൈയഴിച്ച് പ്രതിഫലം കൊടുക്കണം എന്നായിരുന്നു. ബാബയുടെ നിർദ്ദേശം അംഗീകരിച്ചാൽ, അതായത് തൊഴിലാളികൾക്ക് സുഭിക്ഷമായി തൃപ്തികരമായി കാലതാമസം വരുത്താതെ കൂലി കൊടുത്താൽ, തൊഴിലാളി നല്ലപോലെ പണിയെടുത്ത് തൊഴിലാളികൾക്കും ഉടമയ്ക്കും ലാഭകരമാവുന്നതും പൂട്ടിയിടലും പണിമുടക്കും ഒഴിവാക്കാവുന്നതും മുതലാളിയും തൊഴിലാളിയും തമ്മിൽ വൈരാഗ്യം വെറുപ്പ് സംഭവിക്കാതിരിക്കുന്നതുമാണ്. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ. ഓം ശ്രീ സായിനാഥായ നമഃ. ശ്രീ സായി സച്ചരിതം കേൾക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും ശ്രീ സായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തെ ബാബയുടെ തൃപ്പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ജയ് സായിറാം. വന്ദേ ഗുരുപരമ്പര.